അത് ഏത് നിയമത്തില് പറഞ്ഞ് ട്രെയിനിന്ന് വീഡിയോ എടുക്കുന്നത് അത്രയാള് വ്ളോഗ് എടുക്കുന്നുണ്ട്. എന്താ ഇത് ഗൈസ് ഒന്നും പറയാൻ പറ്റില്ല. ഇത് മൊത്തം റെക്കോർഡ് ചെയ്ത് വെച്ചോ. റെക്കോർഡ് ചെയ്ത് വെച്ചാൽ കാരണം വെച്ചാൽ പറയാൻ പറ്റില്ല എന്താ സംഭവം എന്നുള്ളത്. കാരണം ഇനിയിപ്പോ ഷൊർണൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്തോ ചെയ്യുമെന്ന് അവിടെ മെമ്മോ കൊടുത്ത് എന്തോ അറിയില്ല. അയാൾക്കെന്തോ മേമോ എന്താ പരാതി എഴുതി കൊടുക്കണം. സത്യം പറയാണ് അയാൾ പോയല്ലോ, അയാൾ പേടിച്ചു പോയല്ല. സാറെ കുട്ടാൻ മതി. സാറ് ക്യാമറ കിട്ടിയത് സാറ് നമ്മളെ പേടിച്ച് പോയത് കേരള പോലീസിനൊക്കെ എല്ലാവരും റെസ്പെക്ട് മാത്രമേ ഇന്ന് മുതലുള്ളൂ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ആദ്യമായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഫൈൻ അടക്കാന്ന് അടക്കാന്ന് പറഞ്ഞു. നമ്മൾ ടിക്കറ്റ് ഇപ്പൊ എന്താ കൈമ ടിക്കറ്റ് ഇല്ല. ഈ 30 Pro മേടിച്ചിട്ട് പറഞ്ഞ സമയത്ത് ഇപ്പൊ എന്താ പറയാ പോലീസുകാരെ കൈമ തന്നാ ഈ 30 Pro അടിക്കാൻ വന്നു. അടിക്കാൻ പോയപ്പോ വീഡിയോ എടുക്കാൻ പോയി. എന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. മൈനറാന്ന് പറഞ്ഞു. പറയാ പ്രൂഫ് ഉണ്ടോ തൊട്ടേന് പ്രൂഫ് ഉണ്ടോ പ്രൂഫ് എനിക്ക് പ്രൂഫ് കിട്ടിയാ. എനിക്ക് നീ കാണിച്ചിട്ട് സാധനം കിട്ടിയാ അന്റെ പ്രൂഫ് കൊണ്ടപ്പോയി സാറേ മുഖം കിട്ടാൻ വേണ്ടിട്ട് ഫേമസ് ആവാൻ വേണ്ടിട്ട് വരല്ലേ. ഓക്കെ ഫേമസ് ആണ് എന്റെ അടുക്ക് ഒന്നും പറ്റില്ല. വേഗം എടുത്ത് അവിടെ അല്ലല്ല മുഖം കാണിക്കല. അയ്യോ പോലീസുകാർ മുഖം കാണിക്കലടാ. വക്കീലാണ് മുഖം കാണിച്ചു മുഖം കാണിച്ചു തന്നാ ഒന്നും കുഴപ്പമില്ല. സാറേ വേണേ പൈസ വില വേണമെങ്കിൽ വന്നു എവിടെ സാറിനോട് നമുക്ക് ആദ്യം റെസ്പെക്ട് ശരിക്കും നമ്മളൊരു ഫോട്ടോ എടുത്തോ. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനാധിപത്യ രാജ്യമാണ് സുഹൃത്തുക്കളെ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും റെസ്പെക്റ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായില്ല കേരള പോലീസിനോട്. എന്താ സംഭവം വെച്ചാൽ ആദ്യം ടി.ടി.ആർ മാത്രം നമ്മൾ അപമര്യാദ പെരുമാറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇവര് പെരുമാറിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ കാര്യം വ്യക്തമായിട്ട് പറയാം. അറിയേണ്ടത് ഡ്രഗ്സ് അടിച്ചിനോ ചോദിക്കണം. ഒരു മിനിറ്റ് സാറിനുണ്ടോ അറിയണോ പോലും. സാർ എന്താണ് ഡ്രഗ്സ് അടിച്ചിനോ എന്താണ് അറിയണ്ടേ? ഓപ്പൺ ടിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞു സാറേ. പിന്നെ പോലീസുകാരെ നമ്മൾ എടുക്കാന്നല്ല എന്റെ സേഫ്റ്റി അന്നെ അടിക്കാൻ വന്നു. മൈനറാ അന്നെ അടിക്കാൻ ടീച്ചർ അടിക്കാൻ വന്നു. ഡ്യൂട്ടിയുള്ള ആളെ അടിക്കാൻ പോയി സംഭവം ഇവർക്ക് വിചാരിച്ചത് തുടക്ക സമയത്ത് ഇങ്ങനെ ആയി മാറും വിചാരിച്ചു. വീഡിയോ ഇത് ഫുള്ള് വേറെ കുറച്ചുണ്ട്. അത് ഞാൻ പിന്നെ കുറച്ചും കാണിച്ചു തരാം. ഒരു മിനിറ്റ് നമ്പറിലേക്ക് പറ. സാറിന്റെ പേര് ഇംഗ്ലീഷ് അറിയില്ല. ശശി ഞാൻ വീഡിയോ ഓണാക്കി. ഈ വീഡിയോ ഓണാക്കുന്നത് ഇവൻ അടിക്കാൻ പോയി. നമ്മൾ പറഞ്ഞു സാർ ഇവൻ അടിക്കരുത്, 17 വയസ്സുള്ള മൈനറാന്ന് പറഞ്ഞു. മൈനർ എന്ന് പറഞ്ഞപ്പോഴും ഇദ്ദേഹം എന്താക്കി ഇവൻ അടിക്കാൻ പോയി. മുട്ടാലിച്ച് ഇങ്ങനെ ആക്കുന്നു. സാറ് എടുക്കരുത്. അപ്പൊ നമ്മൾ വീട് എടുത്തു. അപ്പൊ ഇദ്ദേഹം കൂടുതൽ റൂഡായി. എന്നിട്ട് ഏത് പോലീസുകാരനെ വിളിച്ച് എന്നിട്ട് നമ്മൾ പിന്നെ പറഞ്ഞു എടാ നീ എന്താ അടിച്ചിട്ടുണ്ടോ, എന്താ പൊടി അടിച്ചിട്ടുണ്ടോ, കള്ളു അടിച്ചിട്ടുണ്ടോ, എന്താ സാധനം എടുക്കണം, എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. വേറെന്തോ മെഡിക്കൽ എടുക്കണം, നമ്മളെന്തോ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നവരെ. നമ്മൾ സത്യം പറഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് അടുത്ത് കയറാൻ രീതി തന്നെ ഉണ്ടായി. ഒന്നെങ്കിൽ പറയാം മോനെ അടുത്ത സ്റ്റോപ്പിലെങ്കിൽ ഇറങ്ങിക്കോ. അടുത്ത സ്റ്റോപ്പ് എത്തി. ആ സമയത്ത് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇറക്കി വിട്ടില്ല. നമ്മൾ കുറെ സംസാരിച്ചു. സാറേ നമ്മൾ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. ഇപ്പൊ ഇറങ്ങാനായില്ല, ഷൊർണൂർ സ്റ്റേഷനിലെത്തി അത് മെമ്മോ ചെയ്തെന്നാലും പറഞ്ഞു. നമ്മൾ വീഡിയോ സമയത്ത് ആദ്യം പറഞ്ഞു ഒരിക്കലും വീഡിയോ എടുക്കുന്നത്. പക്ഷെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി വീഡിയോ എടുത്തത്. നമ്മൾ ഒരു ഭാഗത്തും നമ്മൾ ആദ്യം അപമര്യാദയായിട്ട് പെരുമാറിയില്ല. നമുക്ക് അതിന്റെ ഫുട്ടേജൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സാറേ റെയിൽവേന്റെ റൂള് പ്രകാരം റെയിൽവേ അകത്ത് കയറിയിട്ട് റെയിൽവേയുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മൾ വക്കീലിനോട് ചോദിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി എടുക്കാന്ന് പറഞ്ഞു. സാർ അപ്പൊ എന്നെ കൊല്ലാൻ വന്നു. ഞാൻ പറയുന്നത് സാറ് പറയട്ടെ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ചിലവരും ട്രെയിൻ മൂവ് ആവുന്ന സ്ഥലത്ത് ഇങ്ങനെ അതൊന്നും പാടുന്നു പറ്റില്ല. പിന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ അനഗതമായിട്ടുണ്ടാവുകയാണെങ്കിൽ അത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്, നിങ്ങൾ ചെയ്യാം. ഇദ്ദേഹത്തിന് ഇത് ആധാർ കാർഡ് കിട്ടിയാ? ഇല്ല കിട്ടിയില്ല. ആധാർ കാർഡ് ഏടാ നേരമായിട്ട് ടി.ടി.ആർ ഇവന്റെ ആധാർ കാർഡ് മേടിച്ചത് അത് തന്നിട്ടില്ല. ആധാർ കാർഡ് ഏടാ വെച്ചേ? അല്ല അത് ഇല്ലേ അത് വിളിക്കാറില്ല ഡ്രൈവ് എടുത്തിട്ട്. ഇതുവരെ വീഡിയോ എടുത്ത് എല്ലാം ശരി. ഓഫീസിൽ ഓഫീസ് കയറിയിട്ട് നമ്മൾ ലൈവ് എടുക്കുമല്ലോ. ഒരു പക്ഷെ നമ്മൾ ലൈവ് എൻഡ് ചെയ്യാണ് ഇവിടുന്ന്, അതായത് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പറയാം. കാരണം നമുക്ക് ഇനി അറിയില്ല. കാരണം ഇത്രത്തോളം പ്രശ്നങ്ങൾ വഷളായതുകൊണ്ട് ഫോട്ടോ വീഡിയോസ് ഒന്നും പറ്റില്ല. ഇവിടെ എടുക്കാലോ, ഇവിടെ എടുക്കാലോ. ഉള്ളിലത്തെ ഫോട്ടോ ഒന്നും എടുക്കാം. അത് എടുക്കൂല. നമ്മളെ സേഫ്റ്റി ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാവും. നമുക്കപ്പോ മൊബൈൽ ക്ലോസ് ചെയ്താൽ വക്കീൽ വിളിച്ചിട്ട് വക്കീൽ പുറത്തില്ല. വക്കീൽ വിളിക്കാം. വക്കീൽ കോളേജ് ലൈവ് ഓണാക്കി പുറത്തു. ഞാൻ പുറത്തേക്കാം. ഞാൻ പോയിട്ട്
ഇനി ഉള്ളിൽ പുറത്തെടുക്കാൻ പറ്റോ? പുറത്തുള്ള എടുക്കാൻ പറ്റോ? അവിടെ പുറത്തുള്ള എടുക്കാൻ പറ്റോ? എടാ എന്താണ് ഉള്ളു കളിക്കണ്ടേ? ഇപ്പൊ പോകേണ്ട വെച്ചാൽ വക്കീല് പറഞ്ഞ വക്കീലാണ് സംസാരിച്ചത്. അല്ല ഈ അതിനനുസരിച്ചിട്ട് ശ്രീജിത്ത് ടി.ടി.ആർ നമ്മളെ പേരിൽ കേസ് കൊടുക്കുന്നത് ഞങ്ങൾ. അല്ല അദ്ദേഹത്തിന് നമ്മളെ കൊടുക്കേണ്ടത്. മൂപ്പർ എവിടെ? പിടിച്ചടിക്കാൻ നോക്കി തിരിച്ചു പോയില്ലേ? മൂപ്പർ എവിടെ? മൂപ്പറോടി കാണുന്നില്ലല്ലോ. ലൈവ് ഉണ്ടാക്കി പിടിച്ചടിക്കാൻ ഉറപ്പായിരിക്കും. അടിക്കാൻ ഇത് അധികാരം എന്തല്ലോ ഇവർക്ക്? അടിക്കാനാ? എന്തിനാ കൊടുക്കുന്നത്? ഓക്കെ 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 ടി.ടി ഇവിടെ ഓക്കെ ഓക്കെ സാറേ അദ്ദേഹത്തിന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ആരാണ് ടി.ടി.ആർ? ഓഫീസിൽ ക്യാമറ കാണിക്കും. ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല, പുറത്തെടുക്കാൻ പറ്റില്ല. വേണ്ട എന്തിനാണ് അകത്തേക്ക് എടുക്കുന്നില്ല? അകത്ത് എടുക്കുന്ന മുമ്പില് ഞാനുണ്ട്, പൊന്നു മേഡമേ. അതിലെ ആ പിന്നെ വക്കീൽ ഒരു മിനിറ്റ്. പിന്നെ അത് മൂപ്പര് പറഞ്ഞ എന്തോ ഇത് അത് ഏതിക്കായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. ഇവിടുന്ന് ഫോട്ടോ ഉള്ളിലേക്ക് എടുക്കണ്ട, നമുക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റോ? ഫോൺ എടുക്കാൻ പറ്റോ? അല്ലല്ല ലൈവ് ഓഫാക്കിയ വായിക്കാൻ നമുക്ക് എന്ത് സംഭവിച്ചാൽ CCTV ഫുട്ടേജ് ടൈമും വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് എന്റെ കൂട്ടുകാർ അങ്ങനെ ഇഷ്ടം എന്റെ സേഫ്റ്റി സാറേ. നമ്മള് വീഡിയോ എടുക്കണ്ട. സ്വയം പിന്നെ അതിന് എന്താ സംഭവം? ഇവിടെ ഇപ്പൊ ട്രെയിനിന്റെ ഉള്ളിൽ എന്താ സംഭവം സാറ് കണ്ടിട്ടില്ലല്ലോ. സാറ് മര്യാദക്ക് സംസാരിക്കാം. ഇവിടെ നമ്മളെ സേഫ്റ്റിക്ക് സാറേ, നമ്മളെ സേഫ്റ്റിക്ക് എടുക്കുന്നതാ. നമ്മള് ഉള്ളറ സാറ് ഇപ്പൊ മര്യാദക്ക് സംസാരിച്ചത്. സാറ് സംസാരിച്ചോളല്ല ബാക്കിയുള്ള ആൾ സംസാരിച്ചത്. സാറ് മര്യാദക്ക് സംസാരിച്ചത്. അത് വിട്. നിങ്ങൾ വീഡിയോ എടുക്കേണ്ട കാര്യം എന്താണ്? നമ്മളെ സേഫ്റ്റിക്ക് സാറേ. എന്ത് സേഫ്റ്റി? ഇവിടെ ഇത്ര ടീച്ചർ അത്രയും ആൾക്കാർ ഇടയിൽ നിന്ന് അടിക്കാൻ പോകുന്നത്. പിന്നെ അതെന്താ ടീച്ചർ അന്നെ അടിക്കാൻ പോകുന്നു? മൈനറാണ് ഇപ്പൊ പ്രൂഫ് അവിടെ അത് വിടാം. അടിക്കാൻ പോകുന്ന. അപ്പൊ എന്താ പറഞ്ഞത്? പിന്നെ വേറെ ടീച്ചറിനെ അടിക്കാൻ വന്ന കേസ് എടുക്കുമെന്ന്. അത് ആര് അത് പ്രൂഫ് ഉണ്ട്, ഫുൾ വീഡിയോ പ്രൂഫ് ഉണ്ട്. ആരാണ് ടി.ടി.ആറിന്റെ വലുതാ? ആരോ പറഞ്ഞ അതൊക്കെ ഓക്കെ. ആ ഇതിനകത്ത് ആവശ്യത്തിൽ കൂടെ ക്യാമറ ഉണ്ട്. ഒന്ന് അവിടെ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ ക്യാമറ ഒന്നും എടുക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടെങ്കിൽ അവിടെ എന്താണ് ഫുട്ടേജ് കിട്ടും. മനസ്സിലായോ? CCTV ഫുട്ടേജ് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നല്ല ലീഗലായിട്ട് വന്നു കഴിഞ്ഞാൽ. മനസ്സിലായോ? ഓക്കെ. അതുകൊണ്ട് അതിനകത്ത് കയറുമ്പോൾ നിങ്ങളുടെ ക്യാമറ ഓഫ് ചെയ്യും. ഓക്കെ ജാസിയാടാ. അപ്പോ സ്റ്റേഷനിലുള്ള പരിപാടി ചെയ്യുന്നവരെ നമുക്ക് ഇവിടെ ഒരു എന്റർടൈൻമെന്റ് ആക്കാം. ശരി ശരി പൊന്നു സാറ് സാറ് ഓക്കെ 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 ട്രെയിനിലുണ്ടായിട്ടില്ല. സാറിനെന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഓക്കെ. ആ പറഞ്ഞോ. ഹലോ ഒന്നും പറയാനില്ല. പറഞ്ഞോ. ആര് കാണട്ടെ? പേടിച്ചില്ല. ലൈവ് ഓണായാലും ഒന്നും വിടുന്നില്ല. ലൈവ് കട്ടായ നടന്നപാട് അടി മൊത്തി ഒരു സാധനം പൊട്ടിക്കാത്ത പോലെ ഇപ്പൊ സാധനം ഫോൺ കണ്ടവരങ്ങ് മനസ്സിലായി. ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ട്രെയിനർ എന്തൊരു വർത്താനം ഇപ്പൊ എന്താ ഒരു ഞാൻ വിളിക്കാം, ഉറപ്പാണ്. ഒരു പ്രശ്നമില്ല. നമ്മളെല്ലാം ഡീൽ ചെയ്തതിനെ നീ അത് വിളിച്ച് വക്കീൽ വിളിച്ച് ഒരു പ്രശ്നമില്ല. ഓക്കെ വിളിക്കാൻ പറയുന്ന എന്തേണ്ടേ? ഞാൻ എന്തേണ്ടപ്പോ ആരടിക്കാന്? ആട്ടിക്കൂല. പോലീസുകാർ എന്തിനാ അടിക്കും? പോലീസുകാർ എന്തിനാ നമ്മൾ അടിക്കുന്നത്? പോലീസുകാരൊന്നും അടിക്കൂല. നീ ഒന്നും പഠിക്കണ്ട ആവശ്യമില്ല. അഥവാ അടിക്കാൻ വന്ന് ഓടിക്കോളാം. ചെയ്ത് എന്താ സംഭവം എന്ന് വെച്ചാല് കുറ്റിപ്പുറത്ത് നമ്മളൊരു ഇതിന്റെ ഭാഗമായിട്ട് എന്താ നമ്മൾ പറയുന്നത്, നമ്മൾ 3-4 ദിവസമായിട്ട് അവിടെയാണ്. അപ്പൊ ഇന്ന് തിരിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് പോവാം. അപ്പൊ കൊച്ചിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ട്രെയിൻ കയറിയിട്ട് എത്ര 11:45 അങ്ങനെ എന്താണ് ട്രെയിൻ ടൈം വരുന്നത്. ഇപ്പൊ ട്രെയിൻ കയറി പിന്നെ നമ്മള് പിന്നെ നോർമൽ ടിക്കറ്റ് എടുത്തത് പെട്ടെന്ന് നമ്മൾ നോർമൽ ടിക്കറ്റ് എടുത്ത് അവസാനം ബോഗിയിലേക്ക് പോവാം. നമ്മൾ ബോഗിയിലേക്ക് പോകുമ്പോൾ ട്രെയിൻ ഓൾറെഡി ഓണായി മൂവ് ചെയ്ത് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോലീസുകാരുണ്ട്, അപ്പൊ ട്രെയിൻ തന്നെ പോലീസുണ്ട്. അപ്പൊ പോലീസുകാരൻ പറഞ്ഞ മോനെ ഒരു കാര്യം ചെയ്യും, പിന്നെ ഉണ്ടാക്കി ഇവിടെ അതായത് നമ്മള് സ്ലീപ്പറിന്റെ അടുത്താണുള്ളത്. മറ്റേ ജനറൽ കോപ്പിലേക്ക് കുറെ പോവാണ്ട് മോനെ ഇവിടെ കയറിക്കൊന്ന് ടി.ടി.ആർ കണ്ടിട്ട് ജനറൽ ടിക്കറ്റ് കൺവേർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു സുഖം, നമുക്കത് സുഖം. അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക സ്ലീപ്പറായിട്ട് പോകണമെങ്കിൽ കിടന്നിട്ട് പോകാം. നമ്മൾ നോർമൽ ടിക്കറ്റ് കൊണ്ട് ടി.ടി.ആർ അടുത്ത് പോയി. ടി.ടി.ആർ അടുത്ത് പോകുമ്പോൾ ഇയാൾ കാണുമ്പോൾ തന്നെ പറയുന്ന കാര്യം എന്താ അറിയോ, ഇതൊക്കെ തൊമ്മാടികൾ നിങ്ങൾ പോലത്തെ നമ്മളെന്താ മുടി കണ്ടിട്ട് അങ്ങനെ പറയുന്നത്, ഇന്ന് തൊമ്മാടികളെ പോലത്തെ ആൾക്കാർ നിങ്ങൾ ട്രെയിനിൽ കയറുന്നത് പോടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് നോക്കി ഞാൻ പറഞ്ഞു സാറേ നോർമൽ ടിക്കറ്റ് ആണ്, നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണത്. നോർമലി സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന പരിപാടി, അതായത് എന്താ പറയുക ഈ നോർമൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിലേക്കോ ഏതിലോ വേണ്ട കൺവേർട്ട് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇയാൾ അപ്പാട് പോടാ എന്തെങ്കിലും ഡ്രഗ്സ് അടിച്ചു, നിങ്ങൾ എന്താ എന്തെങ്കിലും അടിച്ചു അങ്ങനെ വെച്ചിട്ട് ഇയാൾ ചൂടായി. ഫസ്റ്റ് ഞാൻ മാത്രമേ ഞാൻ പിന്നെ പോയി. ഞാൻ പോയിട്ട് ആദ്യം മമ്മൂടി പറയാ അവര് ഒരു പോക്കി വെഹിക്കലുണ്ടായി നടന്ന് വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പിന്നെ എടാ അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ എല്ലാം നമുക്ക് പോയി ചോദിച്ചോക്കാം. എന്നിട്ട് അങ്ങനെ ചോദിക്കാൻ പോയി. അപ്പൊ മുമ്പിൽ ആദ്യം നടന്നുകൊടുക്കുന്നത്, ആദ്യം മുമ്പ് പോകുന്നത് ഞാനും മമ്മും ബേക്കിലുണ്ട്.
ഇയാളെ കണ്ടോടെ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞത് ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്താക്കി അതിനെ അടിക്കാൻ നോക്കി. അപ്പം പറഞ്ഞു സാറേ ഓനെ അടിക്കരുത് മൈനർ. ഞാൻ പെട്ടെന്ന് എന്റെ 13 പ്രോ എടുത്തിട്ട് നമ്മൾ വീഡിയോ ഓൺ ആക്കി. അപ്പൊ ഓനെ അടിക്കരുത് മൈനർ 17 വയസ്സുള്ളൂ. എന്ത് മൈനർ കുറച്ച് തെറി വിളിച്ച് എന്തായി കഴിഞ്ഞാൽ എനിക്ക് എന്താടാ ഇറങ്ങി പോടാ ട്രെയിനിന്, ഇങ്ങോട്ടൊക്കെ ആരാടി ട്രെയിനിൽ കയറാൻ പറഞ്ഞു. ട്രെയിൻ അപ്പുറത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ട്രെയിൻ ഇറങ്ങാൻ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മുടെ വാതിലുണ്ടാവില്ല പുറത്തുനിന്ന വാതിൽ അതിന്റെ അങ്ങോട്ടേക്ക് ഇവന്റെ കഴുത്തിന്റെ ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കാൻ നോക്കി. നമ്മുടെ സാറേ നടക്കില്ല. ഞാൻ അപ്പം തന്നെ വീഡിയോ ആണ്. അപ്പൊ അയാൾ ഫോൺ പിടിച്ച് ഞാൻ ഫോൺ തിരിച്ചു വാങ്ങി. സാറേ ഒരിക്കലും പറ്റില്ല, സേഫ്റ്റി കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പറഞ്ഞു സാറേ നമ്മള് പോലീസുകാർ പറഞ്ഞിട്ട് ഏത് പോലീസുകാരെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോലീസുകാരൊക്കെ വിളിക്കാൻ പോയി. എന്നിട്ട് അയാൾ വിളിക്കാണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു. നമ്മൾ ഒരു സാറ് പറഞ്ഞ സാറേ ഒന്നെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി നമ്മൾ മാറിക്കോളൂ, സാർ ഇത് കൺവേർട്ട് ആയി തന്നെ ഇനി ഇത് കൺവേർട്ട് ആക്കിത്താ അയാൾ മനസ്സിലെന്ന് പറഞ്ഞു. എന്നിട്ട് കുറെ ഇവനെ തെറി വിളിച്ചു. നമ്മൾ സാറേ ഒരിക്കലും വിളിക്കാൻ പാടില്ല മോശമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പോലീസിനെ വിളിച്ചുകൊണ്ടെന്ന് പോലീസ് സംസാരിച്ചു. പോലീസ് സംസാരിച്ച സമയത്ത് 13 പ്രോ മേടിച്ച് നമ്മൾ തിരിച്ചു മേടിച്ചു. ഇവന്റെ ആധാർ കാർഡ് മേടിച്ച് നമ്മൾ ടിക്കറ്റ് ഓൾറെഡി എന്നിട്ട് ആദ്യം മേടിച്ചിട്ട് ടിക്കറ്റ് മേടിച്ച് കുത്തി വരഞ്ഞ് ടിക്കറ്റ് തന്നില്ല. ടിക്കറ്റ് തരാതിരുന്നപ്പോൾ ഞാൻ ആദ്യം അടുത്ത് മമ്മൂടുത്ത് പോയി പറഞ്ഞാ അയാൾ ഇങ്ങനെ ടിക്കറ്റ് മേടിച്ചു തരുന്നില്ല. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി പോകണമെന്നിട്ട് നമ്മൾ രണ്ടാളും പോയപ്പോഴാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാകുന്നത്. അതിനോട് ചൂടായതും മൈനറാന്ന് പറഞ്ഞിട്ട് പോലും ഇവനെ പിടിച്ച് അടിക്കാൻ നോക്കിയത്. ഇതാണ് റെഡിക്ക് സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ. പിന്നെ ഒരു കാര്യം അങ്ങോട്ട് വന്ന അതിനല്ല, ഞാൻ ഇപ്പൊ സ്റ്റേഷനിലുള്ളിൽ പോവാണ്. ഉള്ളിൽ പോയിട്ട് ഞാൻ ചോദിക്കുക, അതായത് ഇത് പിന്നെ ഓൾറെഡി ഉള്ളില് മറ്റേ TTR എന്തൊക്കെയോ കേസ് ഇതൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് ചോദിച്ചു നോക്കട്ടെ ഇപ്പൊ എനിക്കിപ്പോ കേസ് എഴുതി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഒരാൾക്ക് കേസ് എഴുതാണെന്ന് പരാതി കൊടുക്കണമെന്നുണ്ട്. അപ്പം തന്നെ ഡയറക്റ്റ് പോയിട്ട് കൊടുക്കാൻ പറ്റും. എന്തായാലും പോയി കൊടുക്കണം. നീ ഇവിടെ അങ്ങോട്ട് എന്തായാലും ക്യാമറ